ഹരേ കൃഷ്ണ. ഹനുമാൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കഥയാണ് ഞാനിവിടെ പറയുന്നത്. കഴിഞ്ഞ ഭാഗത്ത് ഒരു കാട്ടാളൻ വൃക്ഷത്തിൽ കയറാനും ചാടാനും മറിയാനും ആകാശത്തിൽ പറക്കാനൊക്കെ ഞാൻ നിന്നെ പഠിപ്പിക്കാം എന്ന് ഉള്ള ഭാഗമാണ് പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്ത ഭാഗമാണ് പറയുവാൻ പോകുന്നത്. പിന്നെ മല്ലയുദ്ധം, സംഗീതം, അസ്ത്രാഭ്യാസം, നൃത്തം ഇതൊക്കെ പഠിപ്പിക്കാൻ എനിക്കറിയാം. ഹായ്, എനിക്കിതെല്ലാം പഠിക്കണം. വരൂ, ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ. ബാലഹനുമാൻ കാട്ടാളനോടൊപ്പം മാതാപിതാക്കളുടെ അടുത്തെത്തി. തങ്ങളുടെ പുത്രനോടൊപ്പം വരുന്ന ബലവാനായ ആ കാട്ടാളനെ കണ്ട് അവർ അന്ധാളിച്ചു. തങ്ങളുടെ പുത്രൻ സംസ്കാരമില്ലാത്ത കാട്ടാളന്മാരുമായി ഇടപഴകുകയോ അത് പാടില്ല എന്ന് നിശ്ചയിച്ചുകൊണ്ട് അഞ്ജന ചോദിച്ചു, കുമാര, ഇതാരാണ്? ഇവനാണോ നിൻ്റെ പുതിയ കൂട്ടുകാരൻ? അങ്ങനെ പറയരുതമ്മേ. ഇദ്ദേഹം വെറും കാട്ടാളനല്ല, മഹാപണ്ഡിതനാണ്. എല്ലാ വിദ്യകളും എന്നെ പഠിപ്പിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. മകനെ, വേണ്ട വേണ്ട, ഇവനെ കണ്ടാൽ തന്നെ അറിയാം ഒരു ചതിയനാണെന്ന്. അങ്ങനെ പിതാവിൻ്റെ വാക്ക് കേട്ട് ബാലൻ പറഞ്ഞു, പിതാവേ, ആളറിയാതെ അങ്ങനെ പറയരുതേ. അപ്പോൾ കേസരിയോട് കാട്ടാളൻ പറഞ്ഞു, തൻ്റെ ഗുരു ആരാകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം വിദ്യാർത്ഥിക്കുമില്ലേ? കേസരി പറഞ്ഞു, ഉണ്ട്. ഇത് കേട്ട് അഞ്ജന പറഞ്ഞു, പക്ഷേ ഇവൻ ബാലനാണ്. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പ്രായം ഇവനായിട്ടില്ല. എന്തായാലും പ്രാകൃതനായ നിങ്ങൾ എൻ്റെ മകനെ വിദ്യ അഭ്യസിപ്പിക്കുന്നത് എനിക്കിഷ്ടമില്ല. അഞ്ജന അങ്ങനെ പറയുന്നത് കേട്ട് കാട്ടാളൻ പറഞ്ഞു, എൻ്റെ ഈ വേഷം കണ്ടിട്ട് പ്രാകൃതനെന്നും ചതിയനെന്നും മറ്റും മുദ്ര കുത്തരുത്. നിങ്ങൾ അറിവുള്ളവരല്ലേ. എൻ്റെ കഴിവുകൾ പരീക്ഷിച്ചിട്ട് വിധി കൽപ്പിക്കുന്നതല്ലേ ഉചിതം. കാട്ടാളൻ്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ അഞ്ജനയ്ക്കും കേസരിക്കും അത്ഭുതം തോന്നി. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. കേസരി അഞ്ജനയോട് പറഞ്ഞു, അഞ്ജനെ, ഇവൻ സാധാരണക്കാരനല്ല. ഇവൻ്റെ കഴിവുകൾ ഒന്ന് പരീക്ഷിക്കുക തന്നെ. കാട്ടാളൻ്റെ കഴിവുകൾ എങ്ങനെയാണ് പരീക്ഷിക്കേണ്ടതെന്നതിനെക്കുറിച്ച് വീരകേസരി അല്പനേരം ആലോചിച്ചു നിന്നു. അതിനുശേഷം പറഞ്ഞു, ഹേ കാട്ടാള, നിൻ്റെ കായിക ശേഷിയും അസ്ത്രാഭ്യാസത്തിലുള്ള സാമർഥ്യവും പരീക്ഷിച്ചറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ എന്തു പറയുന്നു? എനിക്ക് പൂർണ്ണ സമ്മതം തന്നെ. അതിന് ഞാൻ എപ്പോഴും തയ്യാറാണ്. പക്ഷേ ജയപരാജയങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് ഒരാൾ കൂടി വേണമെന്നാണ് എൻ്റെ